ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നമ്മൾ വൺ ഷോട്ടിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിതൊന്ന് ഓടിച്ച് നോക്കിപ്പോവാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൺട്രി ടു കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ബയോബിറ്റുമിൻ കൊമേഴ്ഷ്യലി പ്രൊഡക്ഷൻ ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. ഇനി ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോർട്ട് ഏതാണ്? നമ്മുടെ കേരളത്തിലെ കൽപ്പറ്റ ഡിസ്ട്രിക്ട് കോർട്ട് ആണല്ലേ. കൽപ്പറ്റയിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് കോർട്ടുകളും എന്താണ്? പേപ്പർലെസ് ആണല്ലേ. ഫസ്റ്റ് ഫുള്ളി പേപ്പർലെസ് ഡിസ്ട്രിക്ട് കോർട്ട് ഏതാണ്? കൽപ്പറ്റ. ആൻഡ് നാഷണൽ ടെക്സ്റ്റൈൽ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് എവിടാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടാണ് നടന്നത്? ആസാം ഗുവാഹത്തിയിൽ നാഷണൽ ടെക്സ്റ്റൈൽ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടന്നു. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സിസ്റ്റ് 66 ഗ്ലോബൽ ഓർഗനൈസേഷൻ. അപ്പോൾ USA അമേരിക്ക 66 ഗ്ലോബൽ ഓർഗനൈസേഷൻസിൽ നിന്നും എന്താണ്? എക്സിറ്റ് ആയിട്ടുണ്ട്, പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഏതാണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസ്, WHO പോലുള്ള കുറേ ഓർഗനൈസേഷൻസിൽ നിന്നും USA എക്സിറ്റ് ആയിട്ടുണ്ട്. സോ ഇന്ത്യൻ നേവി സെറ്റപ്പ് ന്യൂ നേവൽ ഡിറ്റാച്ച്മെന്റ്. അപ്പൊ ഇന്ത്യൻ നേവി പുതിയൊരു നേവൽ ഡിറ്റാച്ച്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? വെസ്റ്റ് ബംഗാളിലെ ഹൽദിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പരം ശക്തി എന്താണ്? 3.1 പെറ്റാഫ്ലോപ്പ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണല്ലേ. 3.1 പെറ്റാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഏത്? പരം ശക്തി. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ ഏത് IIT ആണ് അത് കൊണ്ടുവന്നത്, ലോഞ്ച് ചെയ്തത്? IIT മദ്രാസ് 3.1 പെറ്റാഫ്ലോപ്പ് സൂപ്പർ കമ്പ്യൂട്ടർ പരം ശക്തി ലോഞ്ച് ചെയ്തു. ഓക്കെ, സോ ഹൈക്കോർട്ട് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് റീസെന്റ്ലി. സെന്റർ പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള, പാട്ന, മേഘാലയ ഹൈക്കോർട്ടിനെ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അണ്ടർ ഏത് ആർട്ടിക്കിളിലാണ് ഈ ഒരു പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്? ഏതാണ് ആർട്ടിക്കിൾ? 217 പ്രസിഡന്റ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റ് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 217. ആൻഡ് അതിന്റെ ട്രാൻസ്ഫർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ട്രാൻസ്ഫർ പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 222. സോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്, അണ്ടർ ദി റെക്കമെൻഡേഷൻ ഫ്രം ദി സുപ്രീം കോർട്ട് കൊളീജിയം അല്ലെ. സുപ്രീം കോർട്ട് കൊളീജിയം നമ്മുടെ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹെഡ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് കൊളീജിയത്തിന്റെ റെക്കമെൻഡേഷനിലാണ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഏത് ആർട്ടിക്കിളിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് പറയുന്നത്? ആർട്ടിക്കിൾ 217. സോ ജല്ലിക്കെട്ട് അല്ലെ, തമിഴ്നാട്ടിലെ ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് ജല്ലിക്കെട്ട്. പൊങ്കലുമായിട്ട് അനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ജല്ലിക്കെട്ട് ഒഫീഷ്യലി എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? തച്ചൻകുറിച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പ്രിസണേഴ്സ് ലിസ്റ്റ് അണ്ടർ കൺസുലാർ പാക്റ്റിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് എക്സ്ചേഞ്ച് നടത്തിയത്? പ്രിസണേഴ്സ് ലിസ്റ്റ് എക്സ്ചേഞ്ച് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് നടത്തിയത്? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അണ്ടർ കൺസുലാർ പാക്റ്റിന്റെ അണ്ടറിൽ പ്രിസണേഴ്സ് നെയിം അല്ലെങ്കിൽ പ്രിസണേഴ്സ് ലിസ്റ്റിന്റെ എക്സ്ചേഞ്ച് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് റീസെന്റ്ലി നടന്നു. സോ തമിഴ്നാട്ടില് റീസെന്റ് ഇൻഫ്രാസ്ട്രക്ചറും പോർട്ട് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ ഗവേണൻസിന് വേണ്ടിയിട്ട് സെന്റർ എത്ര രൂപയാണ് അപ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ എത്ര രൂപ ലോഞ്ച് ചെയ്തു? 235 കോടി രൂപയാണ് തമിഴ്നാട്ടിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഡിജിറ്റൽ ഗവേണൻസിനും വേണ്ടിയിട്ട് ചെയ്തത്. സോ ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ടൈഗർ സെൻസസിന്റെ ആദ്യത്തെ ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതൊരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. കമല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏത് സ്റ്റേറ്റിലെയാണ്? ഈ റീസെന്റ് ആയിട്ടുള്ള കമല ഇലക്ട്രിക് പ്രോജക്റ്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമ്മുടെ സെന്റർ അപ്രൂവ് ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ്? അരുണാചൽ പ്രദേശിലുള്ള കമല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് റീസെന്റ്ലി നമ്മുടെ സെൻട്രൽ അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. PIB റീസെന്റ് ആയിട്ടും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യയുടെ 5ാമത്തെ എയർലൈൻ ടു ജോയിൻ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, IATA ജോയിൻ ആവുന്ന ഇന്ത്യയുടെ 5ാമത്തെ എയർലൈൻസ് ഏത് എയർലൈൻസ് ആണ്? അഗാസ എയർലൈൻ ടു ജോയിൻ ദി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ.
അപ്പൊ 98th അക്കാഡമി അവാർഡ്സിന് ഇന്ത്യയിലെ ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ എത്ര ഫിലിംസിനെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്? എലിജിബിൾ ആയിട്ട് എത്ര ഫിലിംസ് ആണ്? 5 ഫിലിംസ്. ഏത് കാറ്റഗറിയിൽ? പിക്ചർ കാറ്റഗറിയിൽ. ഓസ്കാർ 98th അക്കാഡമി അവാർഡ്സിൽ പിക്ചർ കാറ്റഗറിയിൽ എത്ര ഫിലിംസ് എലിജിബിൾ ആണ്? 5 ഇന്ത്യൻ ഫിലിംസ് എലിജിബിൾ ആയിട്ടുണ്ട്. സോ ബെസ്റ്റ് സിറ്റി ഫോർ വിമൺ ഇൻ ഇന്ത്യ റീസെന്റ് ആയിട്ടുള്ള എന്താണ് ഒരു സ്റ്റഡിയുടെ ബേസിസിൽ ബെസ്റ്റ് സിറ്റി ഫോർ വിമൺ ഇൻ ഇന്ത്യ ഏത് സിറ്റിയാണ്? ബംഗളൂരു ബിക്കെയിം ദി ബെസ്റ്റ് സിറ്റി ഫോർ വിമൺ ഇൻ ഇന്ത്യ. സോ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണ്? മനോജ് കുമാർ ഗുപ്തയെ അപ്പോയിന്റ് ചെയ്തു. നേരത്തെ നമ്മൾ മേഘാലയ, പാറ്റ്ന, കേരള കോർട്സിന്റെ ചീഫ് ജസ്റ്റിസ് അല്ലെ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അപ്പോയിന്റ്മെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത പോർട്ടൽ എന്താണ്? പങ്കുടി പോർട്ടൽ. സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോർട്ടലാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പോർട്ടലാണ് ഏത്? പങ്കുടി പോർട്ടൽ. അപ്പൊ ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലെ കണ്ണൂരുള്ള അരളം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്തായിട്ട് പേര് മാറ്റിയില്ലേ? എന്തായിട്ട് മാറി? ഒരു ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അരളം ബട്ടർഫ്ലൈ സാങ്ച്വറി ഇൻ കണ്ണൂർ. സോ ബംഗളൂരു, കടപ്പ, വിജയവാഡ എക്കണോമിക് കോറിഡോർ റീസെന്റ്ലി എത്ര വേൾഡ് റെക്കോർഡ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? എത്ര റെക്കോർഡ്സ് ആണടാ? 4 വേൾഡ് റെക്കോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട്, ഇന്ത്യസ് ഫസ്റ്റ് ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏതാണ്? കെ ഇ പന്യൂർ ബിക്കംസ് ദി ഇന്ത്യസ് ഫസ്റ്റ് ബയോ ഹാപ്പി ഡിസ്ട്രിക്ട്. സോ തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ്, ഇന്ത്യൻ ലാംഗ്വേജസിന്റെ 3ാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആര് ഇനോഗ്രേറ്റ് ചെയ്തു? നമ്മുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ ഇനോഗ്രേറ്റ് ചെയ്തു. CP രാധാകൃഷ്ണൻ ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ ആശാവൻ എന്താണ്? ഒരു മൊബൈൽ ക്യാൻസർ സ്ക്രീനിങ് യൂണിറ്റ് ആണ്, ഒരു മൊബൈൽ ഹോസ്പിറ്റൽ ആണ്. സംഭവം ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഗുജറാത്ത് ലോഞ്ചസ് ആശാവൻ. സോ UN സെക്രട്ടറി ജനറൽസിന്റെ അവാർഡ് ജെൻഡർ കാറ്റഗറിയിൽ സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ചത് മേജർ സ്വാതി ശാന്തകുമാർ. ഏത് കാറ്റഗറിയാണ്? ജെൻഡർ കാറ്റഗറി. സോ ഡൈം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോജിസ്റ്റിക് മാനേജ്മെന്റ് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് എന്ത്? ഡൈം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യൻ ആർമി ഇൻട്രൊഡ്യൂസസ് ദി ഡൈം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഓക്കെ, റീസെന്റ്ലി ക്രിപ്റ്റോ കറൻസി മൈനിങ്ങും ട്രേഡിങ്ങും ലീഗലൈസ് ചെയ്ത രാജ്യം ഏത് രാജ്യമാണ്? തുർക്ക്മെനിസ്ഥാൻ ലീഗലൈസസ് ദി ക്രിപ്റ്റോ കറൻസി മൈനിങ് ആൻഡ് ട്രേഡിംഗ്. സോ അക്ക പതേ സ്കീം എന്താണ്? അക്ക പതേ സ്കീം പേര് പോലെ തന്നെ ലേഡി സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ലോഞ്ച് ചെയ്തത്. എന്താണ്? ചൈൽഡ് മാരേജസ് പ്രിവെന്റ് ചെയ്യാനും ഗേൾ അബ്യൂസും വിമൺ അബ്യൂസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ കൊണ്ടുവന്ന സ്കീമാണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു? കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് അക്ക പതേ സ്കീം. സോ യൂണിയൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ലോഞ്ച് സ്പീഡ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48 സർവീസ്. അപ്പൊ ഇന്ത്യ പോസ്റ്റിന്റെ പുതിയ 2 ടൈം ബൗണ്ടഡ് സർവീസസ് ആണ് ഏത്? സ്പീഡ് പോസ്റ്റ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48. സോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 80 ആണ്. ഏർലിയർ ഇന്ത്യയുടെ റാങ്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 85 റാങ്ക് ആയിരുന്നു. ഈ വർഷം എത്രാമത്താണ്? 80ാമത്തെ റാങ്ക് ആണ്. മൊത്തം 55 ഡെസ്റ്റിനേഷൻസിൽ ഇന്ത്യക്ക് വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഇൻഡെക്സിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? സിംഗപ്പൂർ ആണ് ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പ് നിൽക്കുന്ന രാജ്യം. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ വേൾഡ് ഹിന്ദി ഡേ എന്നാണ്. ജാനുവരി 10 ആണ് വേൾഡ് ഹിന്ദി ഡേ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ജാനുവരി 11. ഡെത്ത് ആനിവേഴ്സറി ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി ജാനുവരി 11. നാഷണൽ യൂത്ത് ഡേ വരുന്നത് ജാനുവരി 12 ആണ്. ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ആൻഡ് സാവിത്രി ഭൂലെ ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ടീച്ചർ ആയിട്ടുള്ള സാവിത്രി ഭൂലെയുടെ ജന്മ ആനിവേഴ്സറി അല്ലെ, ജന്മദിവസം വരുന്നത് എന്നാണ്? ജാനുവരി 3. നാഷണൽ ബർത്ത്ഡേ എന്നാണ്? ജാനുവരി 5 ആണ് നാഷണൽ ബർത്ത്ഡേ. ആൻഡ് എർത്ത് റൊട്ടേഷൻ ഡേ ജാനുവരി
8. ഇന്ത്യൻ ആർമി ഡേ നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാനുവരി 15 എന്ത് ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ ആണോ? കുറച്ച് പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്ത്, സെലക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത വരാൻ പോകുന്ന SSC MTS എക്സാം അല്ലെ, ഫെബ്രുവരി 4 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന MTS എക്സാമിന്റെ ഒരുവിധം പ്രിപ്പറേഷൻ എല്ലാവരും കഴിഞ്ഞു കാണും. അപ്പൊ ഇനി ഒന്നേന്ന് പഠിക്കാൻ പറ്റില്ല, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, അതിന്റെ അനാലിസിസ് പോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് 20 ഫുൾ ടെസ്റ്റുകളുമായിട്ട് നമ്മുടെ AZB അക്കാഡമി ഒരു മോക്ക് ടെസ്റ്റ് സീരീസ്, ഒരു ക്രാഷ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. 20 ഫുൾ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് റീസെന്റ് എക്സാമിന് ഓറിയന്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് മറക്കാതെ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത സെഷനിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.